എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോർട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഭൂമിജ അച്ഛനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അച്ഛന്റെ മനസ്സ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൂമിജ അച്ഛനെ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു പുഴയിലൂടെ അവർ വെള്ളത്തിൽ സഞ്ചരിക്കുവാണ്. അങ്ങനെ അച്യുതനുമായി ഭൂമിജ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സമയത്ത് ഭൂമിജ ആലോചിക്കുവാണ് തന്റെ അച്ഛന് സുഖമില്ലാത്ത കാര്യവും പണം കിട്ടാത്തതിന്റെ വിഷമവും എല്ലാം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ കാണാതെ കരയുന്നുണ്ട്. ശേഷം ഭൂമിജ അച്ഛനോട് ചോദിക്കുവാണ്, അച്ഛൻ ഹാപ്പിയാണല്ലോ അല്ലേ? സമയം തന്നെ അച്യുതൻ ചോദിക്കുവാണ്, മോള് ഹാപ്പി അല്ലേ? ഭൂമിജ പറയുവാണ് അതേന്ന്. ഈ സമയം തന്നെ പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭവാനി ആ ഗുണ്ടയെ വിളിച്ച് പറയുന്നുണ്ട്, ആ ഭൂമിജയെ അച്യുതന്റെ ആ മകളെന്ന് പറയുന്ന അവളെ കണ്ട അഭിരാമി തന്നെയാണെന്ന് ഉറപ്പിച്ചോ എന്നൊക്കെ ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഭൂമിജയുടെ പുറകെ തന്നെയാണ് ആ ഗുണ്ട നടക്കുന്നത്. അച്യുതന്റെ മകളായി നടക്കുന്ന അവരുടെ അഭിരാമി തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഭവാനി ഗുണ്ടയെ അയക്കുന്നത്. അങ്ങനെ എവിടെ പോയാലും ഭൂമിജയുടെ പുറകെ പോകുന്നുണ്ട് ഗുണ്ടയും. അങ്ങനെ ഭൂമിജ അച്ഛന് വേണ്ടിയിട്ട് എന്തോ ഐസ്ക്രീമോ എന്തോ വാങ്ങാൻ പോകുന്ന സമയത്ത് ആ ഗുണ്ട നമ്മുടെ ഭൂമിജയെ തട്ടി വീഴ്ത്തുന്നുണ്ട്, തള്ളിയിടുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വീണ ഐസ്ക്രീമും പാക്കറ്റ്സും എല്ലാം എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിജയുടെ കഴുത്തിലെ ആ മറുക് ഗുണ്ട കാണുന്നുണ്ട്. എന്നിട്ട് ഭവാനിയോട് വിളിച്ചു പറയുമാണ്, അത് അച്യുതന്റെ മകൾ അല്ല, അത് മേഡം പറഞ്ഞ അഭിരാമിയാണെന്ന്. കാര്യം അറിഞ്ഞയുടൻ ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ആ അച്യുതൻ എന്നെ ചതിച്ചു. അതേസമയം പറയുവാണ്, മാഡം പറഞ്ഞ ആ അടയാളം ഞാൻ അവളുടെ ദേഹത്ത് കണ്ടു. ഇടത് തോളിന്റെ പിന്നിലായിട്ട് അവൾക്കൊരു മറുകുണ്ട്. അപ്പോഴും നമ്മുടെ ഭവാനി പറയുവാണ്, അവൻ എന്നെ ചതിച്ചു. ഭവാനി പറയുവാണ് കമാലിനോട്, കമാലെ അവര് രണ്ടുപേരെയും കൊന്നു കളഞ്ഞേക്കെന്ന്. ഈ സമയം തന്നെ നമ്മുടെ അച്യുതന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പ്രൊമോ വിശേഷമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.